ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുള്ളിലെ അധോലോകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് S1 BTechലെ 4ാമത്തെ മൊഡ്യൂൾ, അതായത് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല പോലെ കുറേ ഇൻസ്ട്രുമെൻസിനെ പരിചയപ്പെടുത്തുന്ന, ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. അതായത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം ഇതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടായിരിക്കണം. കാരണം ഏതാ ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാം ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. An electronic instrumentation system is a system used to measure and control physical quantities by converting them into electronic signals. നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം എന്താണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അനലോഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റവും ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റവും. പിന്നെ ഇവിടെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം എന്തെല്ലാം ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ലൈന്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം ഈസ് എ സിസ്റ്റം യൂസ്ഡ് ടു മെഷർ ആൻഡ് കൺട്രോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ബൈ കൺവേർട്ടിംഗ് ദം ഇൻ ടു ഇലക്ട്രോണിക് സിഗ്നൽസ്. അതിന് വലിയ അതങ്ങനെ ചോദിക്കാറൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മളതിൻ്റെ രണ്ട് ടൈപ്പ് ഡിസ്കസ് ചെയ്യാൻ പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അനലോഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം ഡിസ്കസ് ചെയ്യാം. An analog instrumentation system is a type of electronic system that works with continuous electrical signals to measure, മോണിറ്റർ ഓർ കൺട്രോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മെഷർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളിലേക്ക് അതൊരു സ്ക്രീൻ വഴി മോണിറ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അനലോഗ് എന്ന് പറയുമ്പോൾ നേരത്തെ മുന്നത്തെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സിഗ്നൽസ് ആയിരിക്കും അത് ഉണ്ടാവുക. അതായത് ലൈറ്റ്, സൗണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു കണ്ടിന്യൂസ് സിഗ്നലാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദിസ് സിസ്റ്റം ദ ഔട്ട്പുട്ട് സിഗ്നൽ വാരി സ്മൂത്ത്ലി ആൻഡ് പ്രൊപ്പോർഷണൽ വിത്ത് ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് സിഗ്നൽ സ്മൂത്തായിട്ട് വാരി ചെയ്യുന്നുണ്ട്. This system converts a physical input into an analog electrical signal via a transducer, process it with signal conditioning units like amplifiers and filters, and then output the reading using an indicator such as a meter or an oscilloscope. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ചുരുക്കി പറഞ്ഞേക്കുകയാണ്. അതായത് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ചിട്ട് ഇത് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഫിസിക്കൽ ചേഞ്ചസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസാക്കി മാറ്റുന്നു. അതുപോലെ സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ്സിലേക്ക് അതിനെ കടത്തിവിട്ട് അത് ആംപ്ലിഫൈ ചെയ്യുന്ന, ഫിൽറ്റർ ചെയ്യുന്ന ആ പ്രോസസ്സൊക്കെ ചെയ്തതിന് ശേഷം അവർ ഔട്ട്പുട്ട് നമുക്കൊരു ഇൻഡിക്കേറ്ററിലൂടെ കാണിച്ചു തരുന്നു. അതാണ് ജനറലായിട്ട്, അതായത് അതിന് ജനറലായിട്ടൊന്ന് പറഞ്ഞേക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പോൾ അനലോഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 യൂണിറ്റ് ഉണ്ട്. അതായത് ഇൻപുട്ട് യൂണിറ്റ്, സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും. സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ, ഫിൽറ്ററൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്താ, ഒന്നല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മോണിറ്റർ എന്തായാലും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഓരോന്നിൻ്റെയും ട്രാൻസ്ഡ്യൂസറിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെച്ചോളൂ. ട്രാൻസ്ഡ്യൂസർ receives the quantities whose value is to be measured and is converted into its proportional incremental electrical signal such as voltage, current, resistance change, inductance or even capacitance. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യുന്നത്. അതിനുശേഷം എന്താ ചെയ്യുന്നത്, ആ മെഷർ ചെയ്ത സാധനത്തിനെ ഒരു ഇലക്ട്രിക്കൽ, അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വിടുന്നു. അത് വോൾട്ടേജ്, കറണ്ട് ഈ ഫോമിലൊക്കെ ആയിട്ടാണ് അത് റിലീസ് ചെയ്യുന്നത്, ആ സിഗ്നൽ. ഓക്കെ, അതാണ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫംഗ്ഷൻ. ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ ലൈറ്റ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വിടുന്നു. അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇനി അടുത്ത സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ദിസ് യൂണിറ്റ് ആംപ്ലിഫൈസ് ദ വീക്ക് ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട് ആൻഡ് ഈസ് ഫിൽറ്റേർഡ് ആൻഡ് മോഡിഫൈഡ് ടു എ ഫോം ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ ബൈ ദ ഔട്ട്പുട്ട് യൂണിറ്റ്. അതായത് ഈ ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള സിഗ്നലിനെ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്താ ചെയ്യുന്നത്, അതായത് ഒരു അക്സെപ്റ്റബിൾ ഔട്ട്പുട്ട് റീഡിങ് കിട്ടുന്ന രീതിയിലേക്കുന്ന അത്രയും ഔട്ട്പുട്ടിലേക്ക് അതിനെ ആംപ്ലിഫൈ ചെയ്യുക, ഫിൽറ്റർ ചെയ്യുക, അങ്ങനത്തെ പ്രോസസ്സൊക്കെ ചെയ്തതിന് ശേഷം സൂറ്റബിൾ ആക്കിയിട്ട് അതിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആംപ്ലിഫയർ, ഫിൽറ്റർ, അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ, അതിനെ ADC എന്ന് പറയും. അങ്ങനെ ആ ഡിവൈസൊക്കെ ഉണ്ട്. ഓക്കെ ആണോ? ഇനി ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ മെഷർമെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്
ഒരു ഇൻഡിക്കേറ്റർ, അതായത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു CRO ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ടെമ്പറേച്ചർ മെഷർമെൻറ്റ് സിസ്റ്റം യൂസിങ് എ തെർമോകപ്പിൾ. ഈ സിസ്റ്റത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സിസ്റ്റത്തിൽ തെർമോകപ്പിൾ എന്ന് പറഞ്ഞ സെൻസറാണ്. അത് ടെമ്പറേച്ചർ ആ സർഫസിൽ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് സ്മോൾ വോൾട്ടേജ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. അതായത് ആ സെൻസറിലേക്ക് ടെമ്പറേച്ചർ ഒന്ന് തട്ടുമ്പോൾ അത് കാരണം കുറച്ച് വോൾട്ടേജ് സിഗ്നൽ, ചെറിയ രീതിയിലുള്ള വോൾട്ടേജ് സിഗ്നൽ അത് ജനറേറ്റ് ചെയ്യും. The voltage is then sent to a signal conditioning circuit such as an amplifier which increases the strength of signal. ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലേക്ക് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ സിഗ്നൽ പ്രോസസ്സിംഗ് സർക്യൂട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്, സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, the processed signal is finally displayed on an analog voltmeter or galvanometer where the pointer moves smoothly along a scale to indicate temperature. അത് മനസ്സിലായല്ലോ. സെൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നു, ഇതിലേക്ക് കൊടുക്കുന്നു, അത് വോൾട്ടേജ് രൂപേണ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു, അതിനെ പ്രോസസ് ചെയ്തിട്ട് വേണ്ട രീതിയിലേക്ക് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നു, അതൊരു ഇൻഡിക്കേറ്റർ വഴി കാണിക്കുന്നു. ഇനി അടുത്തതാണ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം. ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് സിസ്റ്റം ദാറ്റ് മെഷേഴ്സ്, പ്രോസസ് ആൻഡ് ഡിസ്പ്ലേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് in a digital form. Unlike analog systems which work with continuous signals, digital signals as handle with the discrete signals typically represented as binary numbers. അനലോഗിൽ നമ്മൾ കണ്ടിന്യൂസ് സിഗ്നലാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ ആകുമ്പോൾ അത് ബൈനറി സിഗ്നൽ, അതായത് ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ, ഈ ഒരു ഇൻപുട്ട് ആയിരിക്കും അതിന് കിട്ടുന്നത്. ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റംസ് ആർ വൈഡ്ലി യൂസ്ഡ് ബിക്കോസ് ദേ ഓഫർ ഹൈ ആക്യുറസി, റിലയബിലിറ്റി, ഈസി ഡാറ്റ സ്റ്റോറേജ് ആൻഡ് നോയ്സ് ഇമ്മ്യൂണിറ്റി കമ്പയർഡ് ടു അനലോഗ് സിസ്റ്റംസ്. They are also capable of performing complex operations like data logging, automatic control and signal analysis. ഇതൊക്കെ അതിൻ്റെ എബിലിറ്റീസ് ആണ് പറയുന്നത്. അപ്പോൾ നേരത്തെ വരച്ച പോലെ തന്നെ ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്. ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാണ് ഇത്. അപ്പോൾ ഇതും പഠിക്കുക, അതും വരയ്ക്കാൻ പഠിക്കുക, ബ്ലോക്ക് ഡയഗ്രാംസ്. ട്രാൻസ്ഡ്യൂസറിന്ന് സിഗ്നൽ കണ്ടീഷണർ യൂണിറ്റിലേക്ക് പോകുന്നു. സിഗ്നൽ കണ്ടീഷണർ യൂണിറ്റിലേക്ക് അത് വേണ്ട രീതിയിലേക്ക് വീക്കായിട്ടുള്ളതിനൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് നല്ലൊരു റീഡ് ചെയ്യാൻ പറ്റുന്ന സിഗ്നലായിട്ട് സ്കാനർ ഓർ മൾട്ടിപ്ലക്സറിലേക്ക് കൊടുക്കുന്നു. സ്കാനർ ഓർ മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരുപാട് സിഗ്നൽസിന് അറ്റ് എ ടൈം അതിന് ഇതാക്കാൻ പറ്റും. എന്നിട്ട് ഓരോന്നിനെ കറസ്പോണ്ട് ചെയ്തിട്ട് നെക്സ്റ്റ് 1 by 1 ആയിട്ട് അടുത്ത യൂണിറ്റിലേക്ക് അത് കടത്തി വിടുന്നു. സിഗ്നൽ കൺവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ADCക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലുണ്ടല്ലോ, അതിലേക്ക് ഈ സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് എത്തിക്കുന്നത്. റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ആ സിഗ്നലിനെ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ADCക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ആ ADCയിൽ നിന്ന് അതൊരു റെക്കോർഡറിലേക്ക്, ഡിജിറ്റൽ റെക്കോർഡർ, അതായത് ഒരു സ്ക്രീനിലേക്ക് കൊടുക്കുന്നത് നമുക്ക് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിനെയും ഈ 4 യൂണിറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഓസിലറി എക്യുപ്മെൻറ്റ് ആൻഡ് സിസ്റ്റം പ്രോഗ്രാമർ. ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇത് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചാണ് ഈ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഡ്യൂസറിന് നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനേഷൻ തന്നെ എഴുതിയാൽ മതി. ഇനി സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ്, അവിടെ എന്ന് പറഞ്ഞാൽ സിഗ്നൽ പ്രോസസ്സിങ് യൂണിറ്റാണ്. ഇവിടെ എത്തുമ്പോൾ അത് സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റാണ്. അതൊന്ന് ചെക്ക് ചെയ്യണേ, അത് നോക്കണം കേട്ടോ. സിഗ്നൽ കണ്ടീഷൻ യൂണിറ്റ്. ദ സിഗ്നൽ ഫ്രം ദ ട്രാൻസ്ഡ്യൂസർ ഈസ് ഓഫൺ വീക്ക് ആൻഡ് നോയ്സി, സോ ഇറ്റ് നീഡ്സ് ടു ബി പ്രോസസ്. ദ സിഗ്നൽ കണ്ടീഷണർ പെർഫോംസ് ഫങ്ഷൻസ് ലൈക്ക് ആംപ്ലിഫിക്കേഷൻ. ഫങ്ഷനൊക്കെ സെയിം ആണ്, പക്ഷേ ഇവിടെ നമ്മൾ സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് എന്നാണ് അവിടെ യൂസ് ചെയ്യുന്നത്, അവിടെ നമ്മൾ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്കാനർ ഓർ മൾട്ടിപ്ലക്സർ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ സ്കാനർ ഓർ മൾട്ടിപ്ലക്സർ ഈസ് യൂസ്ഡ് വെൻ മൾട്ടിപ്പിൾ ഇൻപുട്ട് സിഗ്നൽസ് ഫ്രം ഡിഫറെൻറ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ ടു ബി മെഷേർഡ് ബൈ എ സിംഗിൾ സിസ്റ്റം. ഇറ്റ് സെലക്ട്സ് വൺ സിംഗിൾ സിഗ്നൽ അറ്റ് എ ടൈം ആൻഡ് പാസസ് ഇറ്റ് ടു ദ നെക്സ്റ്റ് ബ്ലോക്ക്. അതായത് കുറേ സിഗ്നൽസിന് അറ്റ് എ ടൈം റീഡ് ചെയ്യുക, എന്നിട്ട് ഓരോന്ന് 1 by 1 ആയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ADC എന്ന് പറഞ്ഞാൽ ഈ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ഓസിലറി എക്യുപ്മെൻറ്റ്. ദിസ് ബ്ലോക്ക് പ്രൊവൈഡ്സ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ അതർ ബ്ലോക്സ്. It may include timing circuit, clock, software programs and microprocessor based on control units. It ensures that the multiplexer scans inputs correctly, ADC converts data at the right time. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രെയിൻ പോലെ, ഇതെങ്ങനെ കൺട്രോൾ ചെയ്യുന്ന, സിസ്റ്റം മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രെയിൻ പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഡിജിറ്റൽ റെക്കോർഡർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു CRO. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് ഡിജിറ്റലിൻ്റെ എക്സാമ്പിൾ ആണ് ഡിജിറ്റൽ തെർമോമീറ്റർ. അപ്പോൾ അതിന് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ട്രാൻസ്ഡ്യൂസറിലേക്ക്. The thermometer uses a temperature sensor such as thermistor or thermocouple. 2 ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നതാണ് തെർമിസ്റ്റർ അല്ലെങ്കിൽ തെർമോകപ്പിൾ. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചറിനെ അനലോഗ് അല്ലെങ്കിൽ വോൾട്ടേജ് സിഗ്നലായിട്ട് മാറ്റുന്നു. സിഗ്നൽ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് ആ വീക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. എന്നിട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ യൂസ് ചെയ്തിട്ട് ആ വോൾട്ടേജിനെ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുന്നു. മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ട്
ആ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യുന്നു കാലിബ്രേറ്റ് ചെയ്ത് വയ്യ മൈക്രോ കൺട്രോളർ. ചിലപ്പോൾ അതിൽ ഇങ്ങനെ ടെമ്പറേച്ചർ കൺവേർഷൻ ഫോർമുലാസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ആ പ്രോസസ്സ് എല്ലാം ചെയ്തിട്ട് ഒരു ഡിസ്പ്ലേയിലേക്ക് അതിനെ കൊടുക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ സാധനം തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറിന് ആഡ് ചെയ്തിട്ട് അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഈ പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ അവിടെ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഒരു ഇത് മെൻഷൻ ചെയ്തിട്ട് അങ്ങനെ എഴുതി പോയാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെൻസേഴ്സിനെ പറ്റിയാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഈ സെൻസേഴ്സ്, ഓരോ ടെമ്പറേച്ചർ സെൻസേഴ്സ്, സ്മോക്ക് സെൻസേഴ്സ്, അങ്ങനെ ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. IR സെൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻസർ നോക്കാം. എ സെൻസർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഡിറ്റക്ട്സ് ഓർ മെഷേഴ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, ലൈറ്റ് ഓർ മോഷൻ. സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെ ചേഞ്ചിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അതെല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഒരു സെൻസ് ഓർഗനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൽ. അതൊക്കെ വെറുതെ ബ്ലാ ബ്ലാ ബ്ലാ. എ സെൻസർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഡിറ്റക്ട്സ് എ ഫിസിക്കൽ ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ആൻ ഔട്ട്പുട്ട് റെപ്രസെൻറ്റിംഗ് ദാറ്റ് ചേഞ്ച്. ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടായത് അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ടാണ് അത് കൊടുക്കുന്നത്. വിച്ച് മേ ദെൻ ബി കൺവേർട്ടഡ് ബൈ എ ട്രാൻസ്മിറ്റർ ഓർ സിഗ്നൽ കണ്ടീഷനിങ് സിസ്റ്റം ഇൻ ടു എൻ ഇലക്ട്രിക്കൽ ഫോം ഫോർ മെഷർമെൻറ്റ് ഓർ കൺട്രോൾ. എന്നിട്ട് അതിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കിയിട്ട് മാറ്റുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ്. ടെമ്പറേച്ചർ സെൻസർ, അൾട്രാസോണിക് സെൻസർ, വൈബ്രേഷൻ സെൻസർ, സോയിൽ മോയ്സ്ചർ സെൻസർ, ഗൈറോസ്കോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽറ്റൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ. ഇനി അടുത്തതാണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇതിൽ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് കമ്പാരിസൺ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത് നോക്കി വെക്കണം. ഓക്കെ, അതിൻ്റെ അടുത്ത അടിയിൽ ടേബിൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് പറയാം. A transducer is a device that converts one form of energy into another in electrical instrumentation. A transducer mainly converts a physical quantity like temperature, pressure, light or sound into an electrical signal that can be measured, processed or displayed. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ഡിറ്റക്ട് ചെയ്യുന്നു, അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. ഇൻ സിമ്പിൾ ടേംസ് എ സെൻസർ സെൻസസ്, അതായത് ഒരു സെൻസർ സെൻസ് ചെയ്യുന്നു, ആ സെൻസ് ചെയ്ത ഇൻഫോർമേഷനെ ട്രാൻസ്ഡ്യൂസർ ഒരു ഇലക്ട്രിക്കൽ ഫോമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള സൂറ്റബിൾ ആയിട്ടുള്ള ഒരു സിഗ്നലാക്കി മാറ്റുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ ആ പ്രോസസ്സ്. എ ട്രാൻസ്ഡ്യൂസർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് കൺവേർട്സ് നോൺ ഇലക്ട്രിക്കൽ എനർജി ഇൻടു എൻ ഇലക്ട്രിക്കൽ എനർജി ഓർ വൈസ് വേഴ്സ. ട്രാൻസ്ഡ്യൂസർ നമുക്ക് ഏത് ഫോം ഓഫ് എനർജീനെയും വേറെ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ഡെഫിനിഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും ഈ ടേബിൾ പഠിക്കുക. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു, ഞാൻ നേരത്തെ പറയാത്ത കാര്യങ്ങൾ മാത്രമേ എടുത്ത് പറയാം. ബാക്കിയെല്ലാം നിങ്ങളിത് നോക്കിയിട്ട് വായിച്ചിട്ട് പഠിക്കാം കേട്ടോ. ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒരു 4-5 പോയിൻ്റ് പഠിച്ചു വെച്ചാൽ മതി. അത്ര കമ്പയർ ചെയ്യാൻ മിനിമം അത്രയെങ്കിലും എഴുതി വയ്ക്കും. ഓക്കെ, ഈ സെൻസറാണെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസാണ് ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞ പോലെ ഏത് ഫോംസ് ഓഫ് എനർജി ആയിട്ടും അതിനെ സിഗ്നൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഇൻക്ലൂഡിങ് ഇലക്ട്രിക് സിഗ്നൽസ്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു എക്സ്റ്റേണൽ വോൾട്ടേജിൻ്റെ ആവശ്യമില്ല വർക്ക് ചെയ്യണമെങ്കിൽ. പക്ഷെ പാസീവിന് ആവശ്യമുണ്ട്. എക്സ്റ്റേണൽ പവർ സോഴ്സ് ടു ഓപ്പറേറ്റ് ജനറേറ്റ്. ഇത് നമുക്ക് അതിൻ്റെ കമ്പാരിസൺ ടേബിൾ ഉണ്ട്, അത് വെച്ചിട്ട് പറയാം. ഓക്കെ, പിന്നെ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ പാസീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിളാണ്, അത് നോക്കി വെച്ചേക്ക്. ഇതാ ഈ ടേബിൾ പഠിച്ചാൽ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ വിച്ച് ഡസ് നോട്ട് റിക്വയർ എക്സ്റ്റേണൽ പവർ സപ്ലൈ ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് സിഗ്നൽ. അതായത് ഔട്ട്പുട്ട് സിഗ്നലിന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ പവർ കൊടുക്കേണ്ടി വരില്ല. അതിനാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. പാസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു പവർ കൊടുക്കേണ്ടി വരും അത് വർക്ക് ചെയ്യണമെങ്കിൽ. പിന്നെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് നമ്മൾ ഏത് ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യേണ്ടത് അതിൽ തന്നെ അതിന് വേണ്ട വർക്ക് അത് ഡ്രോ ചെയ്തെടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ പവർ പുറത്തുനിന്ന് കൊടുക്കുന്നത്. പിന്നെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന് സിമ്പിൾ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷനാണ്, പാസീവിന് കുറച്ച് കോംപ്ലക്സ് ആണ്. പിന്നെ ഇത് ഡസ് നോട്ട് റിക്വയർ എക്സ്റ്റേണൽ പവർ സപ്ലൈ, ഇത് കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് കാരണം ഉണ്ടാകുന്ന സിഗ്നൽ ഭയങ്കര ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞതായിരിക്കും. അപ്പോൾ അതിന് ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടി വരും അധികം എക്സ്ട്രാ ആയിട്ട്. പക്ഷേ പാസീവിന് അതിൻ്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് ആംപ്ലിഫൈഡ് സിഗ്നലായിരിക്കും പുറത്തേക്ക് വിടുന്നുണ്ടാവുക. പിന്നെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ജനറലി പ്രൊഡ്യൂസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ് കറണ്ട്. ഇത് വോൾട്ടേജ് കറണ്ടിലായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് അതിൽ ഒരു ഫോഴ്സ് സെൻസർ അതിൻ്റെ ഒരു എക്സാമ്പിളായി വന്നത്. കാരണം അവിടെ ഈ റെസിസ്റ്റൻസിലെ ചേഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് താഴോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇത്
പവർ സ്വന്തമായിട്ട് എടുക്കുന്നതുകൊണ്ട് സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നു. ഇതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി പവർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നു പാസീവിനെ. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഇറ്റ് ഈസ് എ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന ഒരു പോയിൻ്റ് അധികം എഴുതാൻ പറ്റും. അതുകൊണ്ട് മാത്രം ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, തെർമിസ്റ്ററൊക്കെ നോക്കി വയ്ക്കുക. തെർമിസ്റ്റർ, പിന്നെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്, ട്രാൻസ്ഡ്യൂസേഴ്സൊക്കെ നോക്കി വയ്ക്കുക. ഫോട്ടോ വോൾട്ടായിക് സെല്ലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നോക്കണം എക്സാമ്പിളായിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനിലേക്ക് തന്നെയാണ് പോകുന്നത്, ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇത് വെച്ചിട്ട് പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പിന്നെ കുറേ ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് ലൈറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. The photoelectric transducer uses a photosensitive element which ejects the electron when the beam of light absorbs through it. അതൊരു ലൈറ്റ് സോഴ്സ് വന്നിട്ട് ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഹിറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്തിട്ട് ആ പ്രോസസ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ബേസിക്കലി. ഓക്കെ, ദ ഡിസ്ചാർജസ് ഓഫ് ഇലക്ട്രോൺ വേരി ദ പ്രോപ്പർട്ടി ഓഫ് ഫോട്ടോസെൻസിറ്റീവ് എലമെൻറ്റ്, ഹെൻസ് ദ കറണ്ട് ഇൻക്ലൂഡ്സ് ഇൻ ദ ഡിവൈസ് ഇൻഡ്യൂസസ് ഇൻ ദ ഡിവൈസ്. അങ്ങനെ ഒരു കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നു. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ലൈറ്റ് അബ്സോർബ്ഡ്. അതായത് എത്ര ലൈറ്റാണ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും അവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഇതെന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ അബ്സോർബ്സ് റേഡിയേഷൻ ഓഫ് ലൈറ്റ് വിച്ച് ഫാൾസ് ഓൺ ദയർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജൈസസ് ദ ഇലക്ട്രോൺ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഹെൻസ് ദ ഇലക്ട്രോൺ സ്റ്റാർട്ട് മൂവിങ്. ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് വൺ ഓഫ് ദ ത്രീ എഫക്ട്സ്. ദ റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ ചേഞ്ചസ്. ഒന്നില്ലെങ്കിൽ റെസിസ്റ്റൻസ് ചേഞ്ചിലാവാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് ഓഫ് ദ സെമി കണ്ടക്ടർ ചേഞ്ച് ആകും, ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ സെമി കണ്ടക്ടർ ചേഞ്ചസ് ആകും. ഇതിൽ ഏതെങ്കിലും ഒരു ചേഞ്ച് കാരണം അവിടെ ഒരു ഇതുണ്ടാവും. ഇനി ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, 5 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫോട്ടോ എമിസീവ് സെൽ ഓർ ഫോട്ടോ ട്യൂബ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എമിസീവ് സെൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫോട്ടോ എമിസീവ് സെൽ കൺവേർട്സ് ദ ഫോട്ടോൺസ് ഇൻറ്റു ഇലക്ട്രിക് എനർജി. ഇറ്റ് കൺസിസ്റ്റ് ദ ആനോഡ് റോഡ് ആൻഡ് ദ കാഥോഡ് പ്ലേറ്റ്. ഇതാണ് ആനോഡ് റോഡ് എന്ന് പറയുന്നത്, ഇതാണ് കാഥോഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഫിഗർ വരയ്ക്കാമെന്ന് നോക്കി വെച്ചേക്ക്. It works on the photoelectric effect, which states that when light of sufficient energy falls on a photosensitive material, electrons are emitted from its surface. അതായത് ലൈറ്റ് സർഫസിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്ക് അറിയുന്നതല്ലേ. ഓക്കെ, when light strikes the photosensitive cathode, it transfers energy to the electron in the cathode material. If the photon energy is greater than the work function energy needed to release an electron, the electrons are emitted from the cathode surface. ഇതൊക്കെ ഫോട്ടോ ഇലക്ട്രിക് ആണ്. അട്രാക്റ്റഡ് ടുവേഴ്സ് ദ ആനോഡ്. ആ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ആനോഡിലൂടെ അട്രാക്റ്റഡ് ആകും, എന്നിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായില്ല, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു കറണ്ട് ജനറേറ്റ് ആവുമല്ലോ, അത് നമുക്കറിയാലോ. ഇലക്ട്രോൺസ് മൂവ് ഫ്രം കാഥോഡ് ടു ആനോഡ് ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. എ ഫോട്ടോ കറണ്ട് ഫ്ലോസ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. കാഥോഡിലാണ് ഇലക്ട്രോൺസ്, ആനോഡിലേക്ക് അത് പോകുന്നത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ലൈറ്റ് മീറ്റേഴ്സിൽ, ഫ്ലെയിം ഡിറ്റക്ടേഴ്സിലൊക്കെയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പിന്നെ അടുത്താണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതാണ് ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ല്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, ഇത് ശ്രദ്ധിച്ച് വെച്ചോ. കാരണം നമുക്കിത് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ അല്ലെങ്കിൽ LDR എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ദ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ കൺവേർട്സ് ദ ലൈറ്റ് എനർജി ഇൻറ്റു ആൻ ഇലക്ട്രിക് കറൻറ്റ്. അതായത് ലൈറ്റ് എനർജീനെ ഇലക്ട്രിക് കറണ്ടാക്കി മാറ്റുന്നു. ഈ ഫിഗർ നോക്കി വയ്ക്കാം. ഇറ്റ് യൂസസ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ലൈക്ക് കാഡ്മിയം സെല്ലിന് അതായിട്ട് യൂസ് ചെയ്യുന്നത്. അതൊക്കെ പിന്നെ when the beam of light falls on the semiconductor material, their conductivity increases. കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാവും, റെസിസ്റ്റൻസ് കുറയും. The material works like a closed switch. The current starts flowing into the material and deflects the pointer of the meter. ഇതെന്ന് പറഞ്ഞാൽ ഫോട്ടോ കണ്ടക്ടിവിറ്റിയുടെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. When light falls on a semiconductor material, its electrical conductivity increases and resistance decreases. ഈ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും, അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് കുറയും. അതാണ് അതിൻ്റെ അവിടെ നടക്കുന്ന പ്രിൻസിപ്പിൾ. ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഓഫ് സർട്ടൻ മെറ്റീരിയൽ ഇൻക്രീസസ് വെൻ എക്സ്പോസ്ഡ് ടു ലൈറ്റ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എ സെമി കണ്ടക്ടർ. ഈ പോയിന്റ് നോക്കാം. ഇൻ ഡാർക്ക്നെസ് ദ സെൽ ഹാസ് എ വെരി ഹൈ റെസിസ്റ്റൻസ്. അതായത് ഇരുട്ടാകുമ്പോൾ, ലൈറ്റ് ഇട്ടാത്ത സമയത്താകുമ്പോൾ അതിന് ഭയങ്കര കൂടിയ റെസിസ്റ്റൻസ് ആയിരിക്കും, അതിന് കണ്ടക്ടിവിറ്റി കുറവല്ലേ. ഇനി ഇതിലേക്ക് ലൈറ്റ് പതിക്കുമ്പോൾ എന്തായിരിക്കും, കണ്ടക്ടിവിറ്റി കൂടും, അപ്പോൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും അല്ലേ. These electrons gain enough energy to move into the conduction band, creating electron hole pairs. As the number of free charge areas increases, the resistance of the cell decreases and hence the current through the circuit increases.
റെസിസ്റ്റൻസ് കുറയുമ്പോൾ അവിടെ അതിലൂടെ പോകുന്ന കറണ്ടിൻ്റെ എമൗണ്ടും കൂടില്ലേ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസുലേറ്റിനെ ഇൻവേഴ്സ്ലിയാണ് അത് റിലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ ഡിവൈസിനെയാണ് LDR നമ്മൾ പറയുന്നത് കേട്ടോ. അല്ല, ഇത് ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് LDR. ഈ കർവൊന്നും നോക്കിയേക്കണമെന്ന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, എങ്കിലും പറ്റുന്നവരാണെങ്കിൽ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. Under no light or dark condition, the resistance of LDR is very high in the range of mega ohms. It reduces with an increase in light intensity. Initially, the resistance decreases drastically, but with a gradual increase in intensity, the change in resistance becomes small to form a curve. ഇങ്ങനെ പോകുന്നുണ്ടോ, ആൻഡ് ഇവഞ്ച്വലി ബിക്കം സ്ട്രേറ്റ് വിത്ത് ദ എച്ച് ആക്സിസ്. പിന്നെ അതൊരു പാരലായിട്ട് പോകുന്ന പോലെ അങ്ങനെ പോകും ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി അടുത്തതാണ് ഫോട്ടോ വോൾട്ടായിക് സെൽ. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോളാർ സെല്ല്. ഫോട്ടോ വോൾട്ടായിക് സെൽ, ആൾസോ നോൺ ആസ് എ സോളാർ സെൽ, is an electronic component that generates electricity when exposed to photons or particles of light. ഇതിനെയാണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോളാർ എനർജീനെ നമുക്ക് വേണ്ട ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്നത്. These are several different types of photovoltaic cell which all use semiconductors to interact with the incoming photons from the sun in order to generate an electric current. ഇപ്പോൾ ഈ ഫിഗർ ഒന്ന് വരച്ചേക്കുക. ഇത് ലോഡ്. ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. അങ്ങനെ ഇത്ര വലുതാക്കിയിട്ടൊന്നുമില്ല. N ടൈപ്പ്, P ടൈപ്പ്, പിന്നെ ഈ ലോഡ്, അങ്ങനെ. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. The working principle of a photovoltaic cell involves the conversion of sunlight into electricity through photovoltaic effect. അതായത് ലൈറ്റ് ഇതിൽ വന്ന് വീഴുന്നു, എന്നിട്ട് ആ സെമി കണ്ടക്ടറിലേക്ക് പെനട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺ ഹോൾ പ്ലേയേഴ്സ് ഉണ്ടാകുന്നത്. അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പ്ലേയേഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ചാർജ് ജനറേറ്റ് ആകുന്നത്. അങ്ങനെ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു. പ്രോസസ്സ് എല്ലായിടത്തും ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഡ്യൂ ടു ദ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് വിത്തിൻ PV cell, the newly generated electron hole pairs are separated. Electrons are pushed towards the N type side of the cell while holes are pushed towards the P type side. The separated electrons are collected by metal contacts on the surface of the cell, forming an electric current. This current can harness or external use. When an external electric load such as a bulb, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ലോഡ് അവിടെ വരച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഗ്രാഫിൽ. ആ ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ബൾബോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവൈസ് is connected to the photovoltaic cell. The flow of electrons through the load generates electrical power. അത് കാരണം അവിടെ ഒരു ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ആകുന്നു, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു പവർ വാരിയസ് ഡിവൈസസ് ഓർ സ്റ്റോർഡ് ഇൻ ബാറ്ററീസ് ഫോർ ലേറ്റർ യൂസ്. ഓക്കെ, പിന്നെ ഇത് നോക്കി വെച്ചോ, ഇത് ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫോട്ടോവോൾട്ടായിക് സെല്ലിൻ്റെ അപ്ലിക്കേഷനും അഡ്വാൻറ്റേജും. ഇത് ജനറേറ്റ് വോൾട്ടേജ് വിത്തൗട്ട് എനി ഫോം ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. അതായത് ഇതിനൊരു എക്സ്റ്റേണൽ സോഴ്സിൻ്റെ ആവശ്യമില്ല, അത് തന്നെ അതിനൊരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ദേ ഹാവ് എ ഫാസ്റ്റ് റെസ്പോൺസ്, ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കും. പിന്നെ റിന്യൂവബിൾ ആണ് ആൻഡ് ഇൻഎക്സോസ്റ്റിബിൾ എനർജി സോഴ്സാണ്. എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്, കാരണം ഒരു ഹാംഫുൾനെസ് ഉണ്ടാക്കുന്നുണ്ടില്ല. ലോ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, ലോങ് ലൈഫ് സ്പാൻ, സൈലൻറ്റ് ഓപ്പറേഷൻ. പിന്നെ ആപ്ലിക്കേഷൻ നമ്മൾ കൂടുതലായിട്ട് വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിൽ. പിന്നെ സ്പേസിൽ ഒക്കെ എയർക്രാഫ്റ്റ്സിനും സാറ്റലൈറ്റ്സിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് വെഹിക്കിൾസൊക്കെ സോളാർ പവേർഡായിട്ടാണ് വർക്ക്, നമുക്കറിയാം. ഇനി ഫോട്ടോ ഡയോഡ്സ് അടുത്തതായി വരുന്നത്. എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് PN ജംഗ്ഷൻ ഡിവൈസ് ദാറ്റ് ജനറേറ്റ്സ് കറന്റ് വെൻ എക്സ്പോസ്ഡ് ടു ലൈറ്റ് ഈസ് നോൺ ആസ് എ ഫോട്ടോ ഡയോഡ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫോട്ടോ ഡിറ്റക്ടർ ഓർ ഫോട്ടോ സെൻസർ. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ റിവേഴ്സ് ബയസ് മോഡ്. ഇത് ശ്രദ്ധിച്ചോ, റിവേഴ്സ് ബയസ് മോഡിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് കൺവേർട്സ് ലൈറ്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതായത് ലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു, സെയിം പ്രോസസ്സ്. പിന്നെ ഈ ഫിഗർ നോക്കിക്കോ, PN ജംഗ്ഷൻ വരയ്ക്കുക, റിവേഴ്സ് ബയസ്ഡ് ലൈറ്റ്. പക്ഷേ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, റിവേഴ്സ് ബയസ്ഡ് ലൈറ്റ് വരുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ അതുപോലെ തന്നെ ആ ഫ്ലോ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഹോൾ പേഴ്സ് ഉണ്ടാകുന്ന ആ ഫ്ലോ കാരണം അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്ന അത് തന്നെ അതിന് കാരണമാകുന്നു, ജനറേഷൻ ഓഫ് കറണ്ടിന്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും അഡ്വാൻറ്റേജസും കമ്പാരിസണൊക്കെ വരുമ്പോൾ എപ്പോഴും അത് നോക്കി വയ്ക്കുക, കാരണം അത് ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അടുത്ത് നോക്കാം. ഇത് പോസസ് എ ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ് കമ്പയർഡ് ടു ഫോട്ടോ കണ്ടക്ടേഴ്സ്. ഫോട്ടോ കണ്ടക്ടേഴ്സിനെക്കാട്ടിലും ഒരു നല്ല ഫ്രീക്വൻസി റെസ്പോൺസ് ഇതിന് ഉണ്ടാക്കാൻ കഴിയും. ഇത് പ്രൊഡ്യൂസ് എ സ്പെക്ട്രൽ റെസ്പോൺസ്. ദേ ഹാവ് ഗുഡ് ലീനിയാരിറ്റി. അതൊരു ലീനിയാരിറ്റി നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ പക്ഷേ അതിന്
അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയി മാറി. കണ്ടോ, നോക്കി നോക്കി, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കും. കണ്ടോ, റിക്വയർമെൻറ്റ് ഓഫ് ബയസ് വോൾട്ടേജ് ടു മെയിൻറ്റെയിൻ ദ ലീനിയാരിറ്റി. അപ്പോൾ ഇത് നമുക്ക് അവിടെ ആവശ്യം വന്നു. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ. പിന്നെ ദ പ്രോബ്ലം ഓഫ് നോയ്സ് ഈസ് ലോ ആണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഡിസഡ്വാൻറ്റേജിൽ നോക്കാം നമുക്ക് ഇനി കുറച്ച്. ദ ആക്റ്റീവ് ഏരിയ ഓഫ് ഫോട്ടോ ഡയറീസ്, അതായത് ഒരു ചെറിയ റീജിയനിലായിരിക്കും അതിൻ്റെ ആ ഫോട്ടോ ഡയറി ഉണ്ടായിരിക്കുക. അപ്പോൾ അത്രയും കുറവ് ഏരിയയിലാണ് നമുക്ക് ആ ആക്റ്റീവായിട്ടുള്ള ഒരു റീജിയൻ കിട്ടുള്ളൂ. പിന്നെ ദ ഡാർക്ക് കറൻറ്റ് ഇൻക്രീസസ് റാപ്പിഡ്ലി വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇഫ് ദ ഇലുമിനേഷൻ ലെവൽ ഈസ് ലോ ദെൻ എ വെരി ലോ വോൾട്ടേജ് ഈസ് അവൈലബിൾ അറ്റ് ദ, അതായത് ലൈറ്റ് തീരെ കിട്ടുന്നില്ലാത്തൊരു സ്റ്റേജ് ആണെന്നെങ്കിൽ അവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. പിന്നെ വരുന്ന വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, അടുത്ത ടോപ്പിക്കാണ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഈ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതാ ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല, അത്രയും എല്ലാത്തിനും ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാത്തിനെ പറ്റിയും ചെറുതായിട്ടൊരു 4-5 പോയിൻ്റെങ്കിലും മിനിമം മനസ്സിലുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ നോക്കാം. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇറ്റ് യൂസസ്, ഇവിടെ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ട്രാൻസ്ഡ്യൂസറാണ് പീസോ ഇലക്ട്രിക് എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എന്താ നമ്മൾ പറഞ്ഞത്, ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ, അതായത് ലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. ഇവിടെ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇറ്റ് യൂസസ് ദ പീസോ ഇലക്ട്രിക് എഫക്ട് ടു മെഷർ ചേഞ്ചസ് ഇൻ ആക്സിലറേഷൻ, പ്രഷർ, സ്ട്രെയിൻ, ടെമ്പറേച്ചർ ഓർ ഫോഴ്സ് ബൈ കൺവേർട്ടിംഗ് ദിസ് എനർജി ഇൻറ്റു ആൻ ഇലക്ട്രിക്കൽ ചാർജ്. Piezoelectric effect is the phenomenon of formation of electric charge on the surface of crystals when they are under mechanical strain to the application of stress. അത് ഒരു മെക്കാനിക്കൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഒരു ഡിവൈസിൽ അപ്ലൈ ആകുമ്പോൾ അത് മൂലമുണ്ടാകുന്ന ഒരു ചാർജ് ജനറേറ്റ് ചെയ്യും. അതിനാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് ക്വാർട്സ്, റോഷെലെ സാൾട്ട് ഒക്കെ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ വർക്ക്സ് ഓൺ ദ പീസോ ഇലക്ട്രിക് എഫക്റ്റ്. വെൻ മെക്കാനിക്കൽ സ്ട്രെസ് ഓർ പ്രഷർ ഈസ് അപ്ലൈഡ് ടു സർട്ടൻ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ദേ ജനറേറ്റ് ആൻ ഇലക്ട്രിക് വോൾട്ടേജ് അക്രോസ് ദ സർഫസ്. അതായത് ചില മെക്കാനിക്കൽ ഡിവൈസിലേക്ക് നമ്മൾ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിലേക്ക്, അതായത് കോഡ്സ് പോലെ സാധനത്തിലേക്ക് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ്, അതായത് നമ്മളൊരു ഫോഴ്സ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മൂലം അവിടെ ഒരു വോൾട്ടേജ്, ഇലക്ട്രിക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൽ നടക്കുന്നത്. The faces of piezoelectric material usually coats is lockoeder with a thin layer of 100 mm silver. ഇത് പറഞ്ഞാൽ നമ്മൾ ഈ പീസോയിലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, കോഡ്സ് പോലെ സാധനങ്ങൾ, അത് ഇതിൻ്റെ 2 ഇലക്ട്രോണിൻ്റെ നടുക്കിൽ സാൻഡ്വിച്ച് ചെയ്ത പോലെ, അതായത് അതിൻ്റെ രണ്ടിന് ഇടയിൽ വെച്ചിട്ട്, അപ്പോൾ ഒരു ഫോഴ്സ് വരുമ്പോൾ ഇങ്ങനെ കംപ്രസ് ആവും, എക്സ്റ്റെൻഡ് ആവും ചെയ്യുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ വെക്കുന്നത്. ഇനി നോക്കേണ്ടത് പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ദ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഹാസ് ഹൈ സ്റ്റെബിലിറ്റി ആൻഡ് ഡെൻസിറ്റി ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെബിലൈസിങ് ദ ഇലക്ട്രോണിക് ഓസിലേറ്റർ. പിന്നെ സോണാറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോഫോൺസ്, സ്പീക്കേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത്രയൊക്കെ നോക്കി വെച്ചാൽ പിന്നെ ഫോഴ്സൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സബ്ബായിട്ട് വരുന്നതാണ് ആക്സിലറോമീറ്റർ എന്ന് പറയുന്ന സാധനം. ആക്സിലറോമീറ്റർ ഈസ് ഈ പ്രിൻസിപ്പളായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് ആക്സിലറോമീറ്റർ. An accelerometer is an electromechanical device that measures proper acceleration forces. These forces may be static, like the constant force of gravity pulling at your feet, or they could be dynamic, caused by moving and vibrating the accelerometer. A piezoelectric accelerometer specifically works on the piezoelectric effect, meaning it uses a piezoelectric crystal to convert the mechanical force into an electric signal. ഇതെന്ന് പറഞ്ഞാൽ ഇത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അതിനൊരു കോഡ്സ് പോലുള്ള ഒരു ക്രിസ്റ്റൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് മെക്കാനിക്കൽ ഫോഴ്സിനെ ഇലക്ട്രിക്കലാക്കാൻ വേണ്ടിയിട്ട്. An accelerometer is a device that measures acceleration forces such as gravity and motion by converting them into electrical signals. ആ ഫോഴ്സിനെയൊക്കെ ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുന്നു. നമുക്കിതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ഈ ഒരു പോർഷനെയാണ് സെയ്സ്മിക് മാസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പീസോ ഇലക്ട്രിക് എലമെൻറ്റ്, കോഡ്സ് പോലുള്ള ക്രിസ്റ്റലൈൻ എലമെൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ബേസ്. ഇതിനെ കൊണ്ടുപോയിട്ട് ഈ ബേസിനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഏതിൻ്റെയാണോ മെഷർ ചെയ്യേണ്ടത് അതിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന വൈബ്രേഷനിൽ ഈ സെയ്സ്മിക് മാസ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ മാറില്ലേ. അപ്പോൾ അത് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ്, അതായത് ഇങ്ങനെ വേരി ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുമ്പോൾ
കോൺസ്റ്റൻ്റ് അല്ലാത്തൊരു ഫോഴ്സ് കൊടുക്കും. അത് ഗ്രാവിറ്റി ആകുമ്പോൾ ഇതിലുണ്ടാവില്ല. വൈബ്രേഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ കംപ്രസ് ചെയ്യുക ടെൻസൈൽ ഫോഴ്സൊക്കെ ഉണ്ടാകുന്നില്ലേ. അപ്പോൾ അത് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാക്കും ഈ പീസോ ഇലക്ട്രിക് എലമെൻറ്റിൽ. അതും ആ ചേഞ്ച് ഇതിലേക്ക് കൊടുക്കും, ഈ ഔട്ട്പുട്ടിലേക്ക്. അങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് സെയ്സ്മിക് മാസാണ് ഇത് പീസോ ഇലക്ട്രിക് എലമെൻറ്റ് സോൾവേഴ്സ്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല, ആ സംഭവം തന്നെ എക്സ്പ്ലെയിൻ ആക്കി എഴുതിയാൽ മതി നിങ്ങളുടെ ഭാഷയിൽ. ദ സോളിഡ് ബേസ് ഓഫ് ദ ആക്സിലറോമീറ്റർ ഈസ് അറ്റാച്ച്ഡ് ടു ദ വൈബ്രേറ്റിംഗ് ബോഡി യൂസ് ആക്സിലറേഷൻ സൈഡ്. ഇതിലേക്കാണോ അൺടീൻ്റെ അതിലേക്ക് കൊണ്ടുപോയി ആ ബേസ് വയ്ക്കുക. ഇൻ ദ ബോഡി വൈബ്രേറ്റ്സ് ആക്സിലറേഷൻ causes the seismic mass to exert a force on the piezoelectric element. Due to this force, piezoelectric element gets compressed or stretched depending on the direction of acceleration. The mechanical stress on the piezoelectric material causes it to generate an electric charge proportional to the applied force. This charge is altered at the output terminal, converted into voltage and then can be measured or recorded. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ദ ഡിവൈസ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ, അത് ഗ്രാവിറ്റി പോലുള്ള. കാരണം ആ സെയ്സ്മിക് മാസിന് വൈബ്രേഷൻ കിട്ടിയാലല്ലേ അത് വേരി ചെയ്യാൻ പറ്റുള്ളൂ ആ പീസോ ഇലക്ട്രിക് എലമെൻറ്റിന്. ഇനി അടുത്ത ഇതിൽ വരുന്ന ഒരു സാധനമാണ് ഫോഴ്സ് സെൻസർ എന്ന് പറയുന്നത്. ഫോഴ്സ് സെൻസറിൻ്റെ മറ്റൊരു പേരാണ് സ്ട്രെയിൻ ഗേജ്. ഏത് വേണമെങ്കിൽ ചോദിക്കാം, 2 പേരുണ്ട്. 2 പേര് നോക്കി വയ്ക്കാം. സ്ട്രെയിൻ ഗേജ് ഈസ് എ റെസിസ്റ്റർ യൂസ്ഡ് ടു മെഷർ സ്ട്രെയിൻ ഓൺ ആൻ ഒബ്ജക്റ്റ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു റെസിസ്റ്ററാണ്. ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ സ്ട്രെയിനിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റെസിസ്റ്ററാണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു വിച്ച് ദർ ഈസ് എ ഡിഫോർമേഷൻ occurs in the shape of the object. This deformation in the shape is both compressive or tensile is called strain and it is measured by the strain gauge. When an object deforms within the limit of elasticity, either it becomes narrower and longer, അതായത് ഒന്നില്ലെങ്കിൽ വലിഞ്ഞ് നീളും അപ്പോൾ തിക്നെസ് കുറയും, അല്ലെങ്കിൽ അത് ചെറുതാവും അപ്പോൾ അതിനെന്താ കട്ടി കൂടും. ഇത് ഏതെങ്കിലും ഒന്ന് സംഭവിക്കുക, അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല, അതിൻ്റെ ഡിഫോർമേഷൻ സംഭവിക്കുന്നില്ലേ. അപ്പോൾ ബൈ മെഷറിങ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ദ എമൗണ്ട് ഓഫ് ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ക്യാൻ ബി. അപ്പോൾ അതുമൂലം അവിടെ റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിൻ്റെ പിക്ചർ വരയ്ക്കാൻ പഠിക്കണം. ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്, സ്ട്രെയിൻ ഗേജിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒരു കോയിലാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോയിലാണ്. ഓക്കെ, സ്ട്രെയിൻ ഗേജ് ആസ് എ ലോങ് തിൻ മെറ്റാലിക് സ്ട്രിപ്പ് അറേഞ്ച്ഡ് ഇൻ എ സിക്സാക് പാറ്റേൺ. ഇത് അറേഞ്ച് ചെയ്യുന്ന ഒരു സിക്സാക് പാറ്റേണിലാണ്. അത് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. ഇറ്റ് ക്യാൻ എൻലാർജ് ദ പാറ്റേൺ ഓൺ എ നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ കാൾഡ് കാരിയർ. ഇറ്റ് ക്യാൻ എൻലാർജ് ദ സ്മാൾ എമൗണ്ട് ഓഫ് സ്ട്രെസ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് പാരലൽ ലൈൻസ് ആൻഡ് കുഡ് ബി മെഷർഡ് വിത്ത് ഐ. അത് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു ഫോഴ്സ് കൊടുത്ത പോലെ അത് അവിടെ മെഷർ ചെയ്യാൻ നമുക്ക് പറ്റും. ഇറ്റ് ഫോളോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പീസോ റെസിസ്റ്റൻസ് എഫക്റ്റ്. അപ്പോൾ ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഈ സ്ട്രെയിൻ ഗേജിനെ നമ്മളൊരു ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്യണം. നമുക്കറിയാം വീസ്റ്റൺസ് ബ്രിഡ്ജ്, നമ്മളെല്ലാവരും കണ്ടത് പരിചയമുള്ള ഒരു സാധനമാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ എന്താണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്ര നോക്കിയാൽ നിങ്ങളുടെ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ എൻ്റെ മലയാളത്തിൽ പറഞ്ഞുതരാം. ഈ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് ഇവിടെ കണക്ട് ചെയ്ത് ഈ R1 R3 നമ്മളൊരു ഫിക്സഡ് വാല്യൂവിൽ വെച്ച്, ഓക്കെ, ഇത് രണ്ടും ഈക്വലായിരിക്കും. ഇനീഷ്യലി ഒരു ഫോഴ്സ് ഇല്ലാത്ത സമയത്ത് ഈ സ്ട്രെയിൻ ഗേജിൻ്റെ എത്ര റെസിസ്റ്റൻസ് നോക്കും, അതേ സെയിം റെസിസ്റ്റൻസ് നമ്മൾ R2 കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈക്വലാണ്, ഇത് ഈക്വലാണ്. അപ്പോൾ വീസ്റ്റൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനിലാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു ഫോഴ്സ് സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഓൾറെഡി ഈക്വലാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് മാറി, അപ്പോൾ ഇതോടെ ഒരു ചേഞ്ച് ഉണ്ടായി റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ബ്രിഡ്ജ് അൺബാലൻസ് ആയി. അപ്പോൾ ഇത് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കറണ്ട് അവിടെ വോൾട്ടേജ് അവിടെ ഫ്ലോ ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര സ്ട്രെയിൻ വന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഭാഷയിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഗോജ് ഫാക്ടർ ജസ്റ്റ് ഇക്വേഷൻ നോക്കി വെച്ചാൽ മതി. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എയറോസ്പേസ്, കേബിൾ ബ്രിഡ്ജ്, റെയിൽ മോട്ടറിങ്. നമ്മളെ റെയിൽവേ ലൈൻസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എത്ര ഫോഴ്സ് വരുന്നുണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനം ഫോഴ്സ് സെൻസർ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് LVDT അല്ലെങ്കിൽ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അത് ട്രാൻസ്ഫോമറിൻ്റെ അതേപോലെയാണ് വർക്കിംഗ്, കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് അതുപോലെയാണ്. പക്ഷേ സെക്കൻഡറി കോയിലിൽ മാത്രം ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇറ്റ് ഈസ് എൻ ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ദാറ്റ് കൺവേർട്സ് സർക്യൂലർ ഡിസ്പ്ലേസ്മെന്റ് ടു അത് മോഷൻ. ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയലിൻ്റെ മോഷൻ കാരണം ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാകുന്ന ചേഞ്ച് മെഷർ ചെയ്തിട്ട് നമുക്ക് അതിനെ സിഗ്നലാക്കി മാറ്റുന്ന ഒരു സംഭവമാണിത്. ഫോഴ്സ്, വെയിറ്റ്, ടെൻഷൻ, പ്രഷർ, എക്സെട്രാ ആർ ഫിസിക്കൽ കൺട്രോൾ
പിന്നെ ഈ LVDT കണക്ട് ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം, അത് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, പ്രൈമറി അല്ല. കാരണം പ്രൈമറി ആയിട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആക്കി മാറ്റുന്നുണ്ട്. ഫസ്റ്റ് അത് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മൂവ്മെൻറ്റ്, ഫോഴ്സ്, വെയിറ്റ് ഒക്കെ പാടെ അതിനെ ഡിസ്പ്ലേസ്മെൻ്റ് ആക്കി മാറ്റുന്നത്. സെക്കൻഡ് ട്രാൻസ്ഫറായിട്ട് കണക്ട് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസറാണ് അതിനെ നമുക്ക് വേണ്ട LVDT ചെയ്യുന്നത്. ദ ട്രാൻസ്ഫോമർ ആൻഡ് LVDT ഷെയർ എ സിമിലർ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്, കണ്ടോ. പ്രൈമറി വൈൻഡിങ് നോർമൽ ട്രാൻസ്ഫോമറിനെ പോലെ, ഇതെന്ന് പറഞ്ഞാൽ അയൺ കോർ, ഇത് മൂവ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡറി കോയിൽ അറേഞ്ച് ചെയ്ത് നോക്കുന്നത് ഇതിൻ്റെ എൻഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് സീരീസ് ഒപ്പോസിഷൻ എന്ന് പറയാം. സെക്കൻഡറി വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ഒപ്പോസിഷൻ എന്ന് പറയും. ഓക്കെ, അത് നോക്കി വയ്ക്കാം. ഇവിടെ ES1 ES2. വർക്കിംഗ് നോക്കാം. In LVDT works on the principle of mutual inductance to convert linear displacement into an electric signal. An AC voltage applied to a central primary coil induces a voltage in two secondary coils. ഇതിൻ്റെ അവിടെ നിന്ന് ചേഞ്ച് കാരണം ഇവിടെ രണ്ട് കോയിലും EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഈ അയൺ കോർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ES1 മൈനസ് ES2 ആണ്. ഇവിടെ ഉണ്ടാകുന്നതിന് മൈനസ് ES2 ആണ്. അപ്പോൾ നമ്മുടെ ഈ കോറ് ഈ S2ൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ES2 ഗ്രേറ്റർ ദാൻ ES1 അല്ലേ. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനിയിപ്പോൾ ഈ കോർ എന്ന് പറയുന്നത് ES1ൻ്റെ അടുത്താണെന്ന് വിചാരിക്കും. അപ്പോൾ ES1 ഗ്രേറ്റർ ആയിരിക്കും, ES2 കുറവായിരിക്കും. അപ്പോൾ ES1 മൈനസ് ES2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇത് രണ്ടിൻ്റെ നടുക്കിലാണ് ഇത് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ES1 ഈക്വൽ ടു ES2 ആയിരിക്കും. അപ്പോൾ ഇത് 0 ആയിപ്പോയി. ഓക്കെ, അതാണ് ഈ 3 കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, നിങ്ങൾ സ്വന്തം ഭാഷയിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫാണിത്. സ്പെസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ലീനിയാരിറ്റി, സെൻസിറ്റിവിറ്റി, റെസൊല്യൂഷൻ, ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്, ടെമ്പറേച്ചർ റേഞ്ച് എക്സെട്ര. പിന്നെ ഇത് നോക്കി വെച്ചോ, അഡ്വാൻറ്റേജസ് ഓഫ് LVDT. LVDT എന്ന് പറയുന്ന ഹൈ ഔട്ട്പുട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലോ ഹിസ്റ്ററീസ് ആണ്, അതായത് ലോസ് ഇല്ല, ഹിസ്റ്ററീസ് ലോസ് ഇല്ല. പിന്നെ ലോ ഇലക്ട്രിക്കൽ നോയ്സ് ഉണ്ടാക്കുന്നുള്ളൂ, ലെസ് പവർ കൺസപ്ഷൻ, അതായത് അധികം പവർ വേണ്ട. ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ പോലെ അത്ര പവർ അത് കൺസ്യൂം ചെയ്യുന്നില്ല. സിൻസ് LVDT ഈസ് ആൻ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ദ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. കാരണം അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതിനൊരു പ്രൊട്ടക്ഷൻ, വൈബ്രേഷനും ഇതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. അതാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഈ ഫീൽഡിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് തെർമിസ്റ്റർ. തെർമിസ്റ്റർ ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ മെയിൻലി യൂസ്ഡ് ഫോർ measurement of temperature. It is also referred to as thermal resistance, that is, the resistance depends upon the temperature. These thermistors, when subjected to temperature variation, there will be a change in their resistance. Thus, if we measure the change in resistance value, the applied temperature can be determined. ഇതെന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ തെർമിസ്റ്ററും ഉണ്ട്, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ തെർമിസ്റ്ററും ഉണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടുന്തോറും ഇത് കുറയും, എന്ത്, റെസിസ്റ്റൻസ് കുറയും. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസും കൂടും. അങ്ങനെ ഒന്ന് ചേഞ്ച് ഉള്ളൂ. ഗ്രാഫ് നോക്കി വയ്ക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഗ്രാഫ് നോക്കിക്കോ. ഇതിൻ്റെ മേലോട്ടായിരിക്കും, അതിൻ്റെ താഴോട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, തെർമിസ്റ്റർ കൺസ്ട്രക്ഷൻ മെറ്റൽ ടു ലെഡ്സ് ആൻഡ് ടെമ്പറേച്ചർ അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ രീതിയിൽ എഴുതിയാൽ മതി. ഇതൊക്കെ അതിൻ്റെ കൺസ്ട്രക്ഷനാണ് പറയുന്നത്. ഇനി ഇത് മുതലാണ് നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സംഭവം വരുന്നത്. നമ്മൾ നേരത്തെ ഒരു സംഭവം പഠിച്ചല്ലോ, ഏത്, ഫോഴ്സ് സെൻസർ. അതിനെങ്ങനെയാണ് വീസ്റ്റൺ ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്യൽ ചെയ്യുന്നത്? ഇവിടെ അതുപോലെ തന്നെ ഇതിനെ കൊണ്ടുപോയിട്ട് ആ വീസ്റ്റൺ ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റം ആ റെസിസ്റ്റൻസിനെ ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ 2 ടെമ്പറേച്ചർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ആ ചേഞ്ച് റെസിസ്റ്റൻസിൽ ഉണ്ടാകുമ്പോൾ ആ വീസ്റ്റൺ ബ്രിഡ്ജ് അൺബാലൻസ് ആവുന്നു, അവിടെ വോൾട്ടേജ് ജനറേറ്റ് ആവുന്നു. അങ്ങനെ നമ്മൾ ആ മെഷർ ചെയ്യുമ്പോൾ ആ ചേഞ്ച് എന്താണെന്ന് മനസ്സിലാവും. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്. ഓക്കെ, രണ്ടും ആൾമോസ്റ്റ് സെയിം ആണ്, യൂസ് ചെയ്യുന്ന ഡിവൈസ് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ,
ഇതിന് ഇക്വേഷൻ ഉണ്ട്, ജസ്റ്റ് നോക്കി വെച്ചാൽ (0e⁻β 1/t - 1/t). രണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഭാഷയിൽ അതുപോലെ തന്നെ എഴുതിയാൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ തെർമിസ്റ്ററാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം ഒരു ചേഞ്ച്, ബാക്കിയെല്ലാം ആൾമോസ്റ്റ് സെയിം ആണ്. The thermistors are used in temperature measurements and in temperature control systems. It is used in application for measuring thermal conductivity, pressure, level of liquids. ഇതെല്ലാം നോക്കിയാൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞ ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു LDR, അതും ചോദിക്കുന്നതാണ്. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ, ആൾസോ കാൾഡ് എ ഫോട്ടോ റെസിസ്റ്റർ, ഇസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ whose resistance decreases when light intensity increases. ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എന്താണ്, കണ്ടക്ടിവിറ്റി കൂടും. കണ്ടക്ടിവിറ്റി കൂടുമ്പോൾ എന്താണ്, റെസിസ്റ്റൻസ് കുറയും. ആ പ്രിൻസിപ്പിളാണ്. This material is arranged in a zigzag or serpentine pattern to increase the length of the resistive path. At the two ends of this zigzag metal electrodes made of silver or copper are attached to provide electrical connections. ഫോട്ടോ കണ്ടക്റ്റിവിറ്റി ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആ സംഭവം തന്നെ ഇവിടെ എഴുതിയാൽ മതി. പരമാവധി ഫോട്ടോ കണ്ടക്റ്റീവിന് തന്നെ എല്ലാ പോയിൻറ്സും ഇവിടെ എഴുതിയിട്ട് ആൻസറിന് നമ്മൾ പരമാവധി വലുതാക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുണ്ട് എഴുതിക്കോളി. ഓക്കെ. Resistance when light photons strike the surface, they provide enough energy to release more electrons into the conduction band. As high resistance in the dark and low resistance in white. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. In LDR show a non-linear relationship between light intensity and resistance, meaning the resistance drop sharply as light increases. നമ്മളവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ലീനിയേറ്റർ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്സിലൊക്കെ ഈ LDR ആണ് യൂസ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ടുള്ള വർക്ക് ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റ്സിലൊക്കെ. പിന്നെ സോളാർ ഗാർഡൻ ലൈറ്റിൽ, സ്മോക്ക് ആൻഡ് ഫ്ലെയിം ഡിറ്റക്ഷൻ സിസ്റ്റം, ഇവിടെയൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കാം. അപ്ലിക്കേഷൻ ജസ്റ്റ് 1-2 നോക്കി വെച്ചാൽ മതി. ഇനി ജസ്റ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പെരിഫറൽ ഐഡിയ കിട്ടണമെങ്കിൽ ഈ ടേബിൾ നോക്കിയാൽ മതി. ഓക്കെ. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ നമ്മൾ പറഞ്ഞു. അതെന്താ ചെയ്യുന്നത്, മെക്കാനിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിനിനെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്നു. തെർമോകപ്പിൾ എന്താ ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഇതിലേക്ക് വോൾട്ടേജിലേക്ക് മാറ്റുന്നു. ഫോട്ടോ വോൾട്ടേജ് ലൈറ്റിനെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്നു. പിന്നെ സെൻസ് മെക്കാനിസം, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ്സ് അങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽസിന് ഒരു ചേഞ്ച് ഉണ്ടായിട്ട് റെസിസ്റ്റൻസോ അങ്ങനെ എന്തെങ്കിലും മെക്കാനിക്കൽ സ്ട്രെസ് കാരണം ചേഞ്ച് ഉണ്ടാകുന്നു, അതുമൂലം ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. തെർമോകപ്പിളിൽ ടെമ്പറേച്ചർ മൂലം അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിന് അവിടെ അങ്ങനെ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫോട്ടോ വോൾട്ടേക്കിൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് മൂലം സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ കറണ്ട് ഉണ്ടാകുന്നു, അതിനെ ഇൻസിഡൻറ്റ് ലൈറ്റ് കാരണം ആ കറണ്ട് ഉണ്ടാകുന്നതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സ്ട്രെസ് ആണ്, ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, ഇവിടെ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആണ്. പിന്നെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ വോൾട്ടേജ് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ കിട്ടുന്നത്. ഇത് വോൾട്ടേജ്, ഫോട്ടോ വോൾട്ടേക് ട്രാൻസ്ഡ്യൂസറിൽ അത് കറണ്ട് ആയിട്ടാണ് കിട്ടുന്നത്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എവിടെ വരുന്നതെന്നൊക്കെ നോക്കി വെച്ചോളും. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ, ഈ മൊഡ്യൂൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് കൊണ്ടുപോയാൽ മതി. ഓക്കെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. താങ്ക്സ് ഫോർ വാച്ചിങ്. ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.